പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഇന്ന് റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിന്റെ വചനം ചിന്തിക്കുവാൻ ദൈവം തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങളെ ക്ഷണിച്ച റോസിൽ സിസ്റ്ററിനെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ആ ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാ അഡ്മിൻസിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, ഇനി ലൈവ് വാച്ച് ചെയ്യാനുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ ഹെബ്രോൺ ഇന്റർനാഷണൽ മിനിസ്ട്രി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് 1 സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നിന്നാണ്. അതിന്റെ അവസാന ഭാഗത്തിൽ നിന്ന്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും എന്ന വചനത്തിൽ നിന്നാണ് നാം ഇന്ന് ഒന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ആദ്യമേ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുമെന്ന് ദൈവനാമത്തിൽ നമ്മൾ പ്രത്യാശിക്കുന്നു. അതുപോലെ അതിനു മുമ്പ് 2 പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിച്ചിട്ട് ദൈവവചനത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതാത് സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും ദൈവത്തെ ഒന്നിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. Praise the Lord. Greetings to all in the name of our Lord and Savior Jesus Christ. We thank God for this wonderful opportunity. സങ്കീർത്തനം 103-ന്റെ 1-2 ഇപ്രകാരം പറയുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രിയരെ, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആചാര്യനായി
ചേർത്തുകൊള്ളും ദിനവും മനമേതൽ സമായം വൻ കൃപകൾ പ്രാപിപ്പാൻ ദിനവും മനമേതൽ സമായം വൻ കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നുനി അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നുനി ബഹുദൂതരുച്ഛനാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബഹുദൂതരുച്ഛനാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനേ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനേ സ്തുതി നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. Praise Lord. എന്തിനാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? ആമേൻ. യേശു നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, ദൈവം ഉയർത്തെഴുന്നേറ്റു. ആ ദൈവം ഇപ്പോഴും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആമേൻ. ആ ദൈവത്തെ നമുക്ക് ഒരു പാട്ടും കൂടെ പാടി നമുക്ക് ആരാധിക്കാം. ആമേൻ.
ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. ഉറക്കുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരകിലരും ഒരുപോൽ ഉറക്കുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനീശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനീശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുതരായിരിപ്പീൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുതരായിരിപ്പീൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ അലസത ശരിയാമോ. നമ്മളാത്മനാഥൻ ജീവിക്കവേ അലസത ശരിയാമോ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ പാടിടുവേ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. God bless you all. Praise God. Praise the Lord. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനം 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പ ഈ വചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. വചനം പറയുന്ന എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണം. ഞങ്ങളെല്ലാവരും മാനിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ അപ്പ. എന്റെ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണം. ആദ്യം മുതൽ അവസാനം വരെയും എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജന്മിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞാനിവിടെ വായിച്ച വചനം 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നാം ഈ വചനത്തിന്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തന്നെ ഏലി പുരോഹിതനോട് പറയുന്ന ഒരു വചനമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചത്. ഏലി ഒരു പുരോഹിതനായിരുന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും
ദൈവത്തെ ഓർക്കാത്തവരുമായിരുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലാണ് പറയുന്നത്, എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. എന്താണ് അവർ ചെയ്തു വന്നിരുന്നത്? പഴയ നിയമ കാലഘട്ടത്തിൽ ജനങ്ങൾ ദൈവത്തിന് യാഗം കഴിക്കുവാൻ മൃഗങ്ങളെ കൊണ്ടുവന്ന് അതിന്റെ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാർ കയ്യിൽ ഒരു മുപ്പല്ലിയുമായിട്ട് ചെന്ന് അതിൽ നിന്ന് തോണ്ടി അതിൽ പറ്റുന്ന മുപ്പല്ലിയിൽ പറ്റുന്ന മാംസകഷ്ണങ്ങൾ അവർ പുരോഹിതന്മാർക്ക് വേണ്ടി എടുക്കുമായിരുന്നു. അപ്പോൾ ഈ യാഗം കഴിക്കുന്നവർ പറയും, ദൈവത്തിന് യാഗം കഴിച്ചിട്ട് ബാക്കി വരുന്നത് നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഏലിയുടെ മക്കൾ അതിന് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ പറ്റത്തില്ല, നിങ്ങൾ ഞങ്ങൾക്ക് ആദ്യമേ തരണം. അഥവാ അവർ കൊടുക്കാതിരുന്നാൽ ബലപ്രയോഗം നടത്തി അവരിൽ നിന്ന് അത് കൈക്കലാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ മക്കൾക്കുണ്ടായിരുന്നത്. ഇങ്ങനെ ഏലിയുടെ മക്കൾ ദൈവത്തിന്റെ വഴിപാട് നിന്ദിക്കുവാനും ദൈവത്തെ നിന്ദിക്കുവാനും ഇടയായി തീർന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ ഈ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു. പ്രിയരെ, നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടിടത്ത് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഇരുന്നാൽ അത് വലിയ പാപമായി കണക്കിടുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ഏലി പുരോഹിതൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നാം ചിന്തിക്കും, ഏലി പുരോഹിതൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ദൈവം ഏലി പുരോഹിതനോട് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകുമെന്ന് ഏലി പുരോഹിതനോട് പറഞ്ഞിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അതിന്റെ ഉത്തരം 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ തന്നെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായക കൊണ്ട് ഞാൻ അവനെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 14-ാം വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്, ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ വിരോധമായി ദൈവത്തെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പാപമായിട്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പഴയ നിയമപ്രകാരം ഞാൻ പറഞ്ഞതുപോലെ മൃഗങ്ങളെ യാഗവും വഴിപാടും ഒക്കെ അർപ്പിക്കുകയായിരുന്നുവെങ്കിൽ പുതിയ നിയമപ്രകാരം അധരം കൊണ്ടുള്ള സ്തോത്രയാഗമാണ് നാം അർപ്പിക്കേണ്ടത്. അതാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അപ്പോൾ സ്തോത്രയാഗം എന്ന അധരഫലം നാം ഇടവിടാതെ ദൈവത്തിന് അർപ്പിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പെന്തക്കോസ്തുകാർ ദൈവത്തെ ആരാധിക്കുകയും ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുകയും തുള്ളിച്ചാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ടല്ലേ? ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ചിലര് ഓപ്പൺ ആയിട്ട് പറയും, ചിലര് മനസ്സിൽ പറയും, ഇവരെന്തിനാണ് ഇത്രമാത്രം തുള്ളിച്ചാടുന്നത്, ഇവരെന്തിനാണ് പതുക്കെ ആരാധിച്ചാ പോരെ, ഇവരെന്തിനാണ് ദൈവത്തെ ഇതുപോലെ ആരാധിക്കുന്നത്, ഇത്രമാത്രം സ്തോത്രം പറയേണ്ട ആവശ്യമുണ്ടോ? ചിലരൊക്കെ സ്തോത്രത്തിന് ഇവര് സൂത്രത്തിലൂടെയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം അറിയാതെ പോകരുത്, അത് ദൈവ നിന്നയായിട്ട് അത് കണക്കിടുവാനിടയുണ്ട്. നാം ദൈവത്തെ, സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. പലരും ഇങ്ങനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം അതിനൊന്നും മറുപടി പറയാൻ പോകണ്ട. പലപ്പോഴും എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ നാം ഏത് രീതിയിലാണോ ദൈവത്തെ സ്തുതിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ പലരും ഇങ്ങനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നിനും ഒരു കാര്യത്തിനും മറുപടി പറയാൻ പോകാറില്ല. എന്നാൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ദൈവത്തെ കൂടുതലായി ആരാധിക്കുവാൻ നമുക്ക് താല്പര്യം വരികയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ ദൈവത്തെ കൂടുതൽ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് നമ്മെ നിന്ദിക്കുമ്പോൾ അത് ദൈവത്തെ നിന്ദിക്കുന്നത് പോലെയാണ്.
അതുകൊണ്ട് നാം അതിനൊന്നും പ്രതികാരം ചെയ്യാനോ അവരോട് മറുപടി പറയാനോ ഒന്നും പോകണ്ട. ദൈവം തന്നെ അതെല്ലാം കൈകാര്യം ചെയ്തോളും. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് മുന്നോട്ട് വരിക. ദൈവത്തെ കൂടുതൽ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിക്കുക. കാരണം ദൈവത്തിന്റെ ഏത് വിഷയത്തിനാണെങ്കിലും ദൈവത്തെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ അതിന്റെ പ്രതികാരം ചെയ്യുന്നത് ദൈവമാണ് എന്ന് നാം എപ്പോഴും ഓർത്തിരിക്കണം. ഇവിടെ ഏലി പുരോഹിതന്റെ തെറ്റെന്തായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഏലി പുരോഹിതന്റെ തെറ്റ്, അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും, പ്രൈസ് ദി ലോർഡ്, അവൻ അറിയാമായിരുന്നു ദൈവദൂഷണം പറയുന്നവരാണ് അവന്റെ മക്കൾ, എന്നിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് എന്നാണ് അവന്റെ പേരിൽ വന്ന കുറ്റം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനത്തിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രിയരെ? നമ്മളിപ്പോൾ നാം ഓരോരുത്തരും മാതാപിതാക്കളും മക്കളും ഒക്കെ ആണല്ലോ. നമ്മുടെ മക്കൾ മാതാപിതാക്കളായ നമ്മളെ പോലെ, അല്ലെങ്കിൽ നാം അറിഞ്ഞ ദൈവത്തെ മാനിച്ചുകൊണ്ട് ദൈവത്തിന് ദൂഷണം പറയാതെ ദൈവത്തെ നിന്ദിക്കാതെ ജീവിക്കുന്നുണ്ടോ എന്ന് നാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഥവാ അവർ ദൈവവചനപ്രകാരമല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ദൈവത്തെ മാനിച്ചുകൊണ്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ ശാസിക്കുകയും അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ നാം നമ്മുടേതായ രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്യണം. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ മടങ്ങി വന്നോളും. പ്രാർത്ഥിക്കുന്നത് ശരി തന്നെ. ഇവിടെ ഇങ്ങനെയല്ല പറഞ്ഞത്. ഇവന്റെ ദൈവം ഏലി പുരോഹിതന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ടെന്നാ പറഞ്ഞത്. അവൻ എന്നോട് പ്രാർത്ഥിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവൻ എന്നോട് ചോദിക്കാഞ്ഞത് കൊണ്ടോ എന്നല്ല ഇവിടെ പറയുന്നത്. അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് അവർക്ക് ശിക്ഷാവിധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ നാളുകളിൽ നാം അറിയണം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള നാം മാതാപിതാക്കളായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭാഗത്താണോ നടന്നുകൊണ്ടിരിക്കുന്നത്, അതോ അവർ ദൈവദൂഷണം പറയുന്നവരാണോ, ഏതെങ്കിലും വിധത്തിൽ ദൈവത്തെ നിന്ദിക്കുന്നവരാണോ, അവർ ദൈവത്തെ മാനിക്കുന്നവരാണോ എന്ന് നാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അഥവാ ഏതെങ്കിലും വിധത്തിൽ അവർ ദൈവഭാഗത്തിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് ബോധ്യം വന്നാൽ അവരെ തീർച്ചയായിട്ടും മടക്കിക്കൊണ്ടുവരുവാൻ, അവരെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, ശിക്ഷണം കൊടുക്കേണ്ടടുത്ത് ശിക്ഷണം കൊടുക്കേണ്ടതാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ കുടുംബത്തിലുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ദൈവസഭയിലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം ചെയ്യണം. ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവസഭയിലുള്ള ഓരോ വ്യക്തികളും ആ ദൈവസഭയിൽ ആത്മീക പിതാവായിരിക്കുന്ന ആ പാസ്റ്ററിന്റെ അല്ലെങ്കിൽ ദൈവദാസന്റെ കീഴിലുള്ള എല്ലാ മക്കളും ദൈവത്തെ മാനിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതോ ദൈവദൂഷണം പറയുന്നവരുടെ കൂട്ടത്തിലാണോ, അവർ ദൈവത്തെ നിന്ദിക്കുന്നവരാണോ എന്നുള്ള കാര്യം നാം അറിഞ്ഞുകൊണ്ട്, അഥവാ അവർ ദൈവത്തിന് ദൂഷണം പറയുന്നവരാണെങ്കിൽ, ദൈവത്തെ നിന്ദിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ മടക്കി വരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യത്തിൽ പറയുന്നത്, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല തൽപ്രവൃത്തിക്കും വകഭാവിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അതായത് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന, ദൈവത്തിന്റെ വചനം ഉപദേശിക്കുന്ന ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം സകല മനുഷ്യന്റെ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകാൻ, ഓരോരുത്തരെയും തികഞ്ഞവനാക്കേണ്ടത് ദൈവദാസന്മാരുടെ ഉത്തരവാദിത്വമാണ്. അത് അവരെ ഹല്ലേലൂയ ഉപദേശിച്ചും ശാസിച്ചും അത് ഗുണീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ അവരോരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശുശ്രൂഷകന്മാർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം, മനുഷ്യരെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്. ദൈവവചനം പറയുകയാണ്, മുഖസ്തുതി പാടില്ല. മുഖസ്തുതിയോടെ അല്ല ദൈവത്തെ ശുശ്രൂഷിക്കേണ്ടത്, അല്ലെങ്കിൽ മുഖസ്തുതിയോടെ അല്ല മനുഷ്യരെ നാം ദൈവത്തിന്റെ ഉപദേശം നാം കേൾപ്പിക്കേണ്ടത്. മുഖസ്തുതി പാടില്ല, അതുപോലെ ദ്രവ്യാഗ്രഹവും പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ മനുഷ്യരെ അല്ല,
ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. അതേ പ്രിയരെ, നാം ഒരു ശുശ്രൂഷകരാണെങ്കിൽ, ഒരു ശുശ്രൂഷകയാണെങ്കിൽ, അത് ഏത് വിധത്തിലുള്ളയാകട്ടെ, സഭയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക് പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്നവരായിക്കോട്ടെ, ആരോട് സുവിശേഷം പറയുന്നവരുമായിക്കോട്ടെ, അവരെല്ലാവരും ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. മനുഷ്യരെ ഒരിക്കലും പ്രസാദിപ്പിക്കുന്നവരായി തീരരുത്. മുഖസ്തുതി പാടില്ല. ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായത്തോടെ നാം അത് പ്രയോഗിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം പൗലോസിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കുറിവാക്യത്തിൽ നാം വായിച്ചത്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ഈ വചനം ഒന്ന് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മാനിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക, അല്ലെങ്കിൽ മാന്യത നേടുക എന്നുള്ള ഒരു അർത്ഥമാണ് അതിനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ മാതാപിതാക്കളെ മക്കൾ ബഹുമാനിക്കണം, അല്ലെങ്കിൽ മുതിർന്നവരെ, നമ്മുടെ ബോസിനെ നമുക്ക് ബഹുമാനിക്കണം, നമ്മുടെ പ്രായമുള്ളവരെ നാം ബഹുമാനിക്കണം എന്നൊക്കെ നാം സാധാരണയായി പറയാറുണ്ട്. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കളെ മക്കൾ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മാതാപിതാക്കൾ പറയുന്നതെല്ലാം അതേപടി അനുസരിച്ച് അവരെ കീഴ്പ്പെട്ട് ജീവിക്കുക എന്നതാണ് അവരെ ബഹുമാനിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ നമ്മളിപ്പോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബോസിനെ നാം ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, ബോസ് പറയുന്ന എല്ലാ കാര്യങ്ങളും നാം അനുസരിച്ചുകൊണ്ട് അവരെ ബഹുമാനിക്കുക, അല്ലെ? അതുപോലെ തന്നെ ദൈവത്തെ മാനിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ദൈവത്തെ അനുസരിക്കുക എന്നത് തന്നെയാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ചിന്തയുണ്ടാകും, ഞാൻ ദൈവത്തെ എങ്ങനെയാണ് അനുസരിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നാം അനുസരിക്കണം. എന്തിനാ ഞാൻ വചനം അനുസരിക്കുന്നത്? ചിലർ ചിന്തിച്ചേക്കാം. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവമാണ് പ്രിയരെ. കാരണം മനുഷ്യനും ദൈവവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏക ഉപാധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ദൈവം വചനമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവമാകുന്ന വചനത്തെ നാം അനുസരിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 19-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം പറയുന്നു, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ വാക്ക് കേൾക്കണം. വാക്ക് കേൾക്കണം എന്ന് എങ്ങനെയാണ്? ദൈവവചനം നാം അനുസരിക്കുന്നതോടുകൂടി. നിയമം പ്രമാണിക്കണം. നമ്മളിപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന് ഒരു പ്രത്യേക നിയമമുണ്ട്, അല്ലെ? ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ, ഏത് രാജ്യമായിക്കോട്ടെ, ഓരോ രാജ്യത്തിനും അതിന്റേതായ നിയമങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നാം അനുസരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന ലോകത്തും രാജ്യത്തും നിയമങ്ങൾ ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിലും നിയമങ്ങളുണ്ട് പ്രിയരെ. ആ നിയമം പാലിക്കുന്നവരായിരിക്കണം. ആ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കുമെന്നാണ് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, കർത്താവിന്റെ വചനം കേൾക്കണം, കർത്താവിന്റെ നിയമം, അതായത് കൽപ്പനകള്, നിയമങ്ങൾ നാം പ്രമാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം തന്നെ 23-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം പറയുന്നു, എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേട്ട് അതനുസരിച്ചാൽ, കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നമുക്ക് ശത്രുവായിട്ടുള്ളവരെ കർത്താവ് പകയ്ക്കുമെന്നും നമ്മളെ ഞെരുക്കുന്നവരെ കർത്താവ് ഞെരുക്കുമെന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ദൈവനാമത്തിന് വേണ്ടി പല നിന്ദകളും ഒരുപക്ഷെ നാം സഹിക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ. ദൈവം അഥവാ നാം ദൈവനാമത്തിന് വേണ്ടി നിന്ന സഹിക്കേണ്ടി വന്നാൽ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ മാനിക്കുന്ന ദൈവമാ. അവന്റെ വാക്ക്, പക്ഷെ നമ്മെ മാനിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ വാക്ക് കേട്ട് അതിൻ പ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. ആ നിയമവും കൽപ്പനയും അനുസരിക്കുന്നവരായി തീരണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മെ മാനിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം കാര്യസാധ്യത്തിന് വേണ്ടി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു,
കർത്താവിന്റെ ദൈവകൃപയിലേക്കൊക്കെ വന്നു. ഇനി എനിക്ക് ദൈവം വേണ്ട, വചനം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരെയൊക്കെ നാം ഇപ്പോൾ കാണാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവർക്ക് വിശുദ്ധിയും വേർപാടും ഒന്നും ആവശ്യമില്ല എന്നവർ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്നാൽ ദൈവം നമ്മെ മാനിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു, വിശുദ്ധിയിലും വേർപാടിലും കർത്തൃമേശയെ ആചരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം, പ്രാർത്ഥനാ ജീവിതം, ദൈവവചനത്തിലൂടെ ദൈവവചനപ്രകാരമുള്ള ഒരു ജീവിതം നാം നയിക്കുമ്പോഴാണ് ദൈവം നമ്മെ മാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം തന്നെ 23-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ പ്രൈസ് ദി ലോർഡ്, യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ഈ ലോകത്തിൽ ഒരു മാന്യമായ ജീവിതം നയിക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ അപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിന് വേണ്ടി, നമ്മുടെ വെള്ളത്തിന് വേണ്ടി മറ്റുള്ളവരോട് പോയി കൈ നീട്ടാതെയുള്ള ഒരു ജീവിതം, അതാണ് മാന്യമായ ജീവിതം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ തന്നെ രോഗമില്ലാത്ത ആരോഗ്യമുള്ള ഒരു ശരീരവും, അതാണ് മാന്യമായ ഒരു ജീവിതം ഈ ലോകത്തിലുള്ളതെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, യഹോവയെ തന്നെ സേവിച്ചാൽ അപ്പവും വെള്ളവും തന്ന് നമ്മെ അനുഗ്രഹിക്കും, രോഗങ്ങളെ നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നാം മാന്യമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ കർത്താവിന്റെ വചനം പറയാണ്, യഹോവയെ തന്നെ സേവിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നാം ദൈവത്തിലേക്ക് വന്നിട്ടും അല്ലെങ്കിൽ ദൈവകൃപയിലേക്ക് വന്നിട്ടും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ആ ഒരു കരുതലും കാവലും നമ്മോട് കൂടെ ഉണ്ടായിട്ട് പോലും പലരും ഇങ്ങനെ കടക്കണിയിലൊക്കെ പെട്ടു കടം വാങ്ങിക്കാൻ, ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ കയ്യിൽ പോയി കടം വാങ്ങിക്കുന്ന ഒരവസ്ഥ. പ്രിയരെ, അതൊന്നും ദൈവത്തിന് ഒരു അനുകൂലമായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞ വലിയ വലിയ സേവിങ്സിനെ കുറിച്ചല്ല, എന്നാൽ അപ്പത്തിനും വെള്ളത്തിനും നാം മറ്റുള്ളവരോട് ഇരക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, യഹോവയെ തന്നെ സേവിച്ചാൽ അപ്പത്തിനും വെള്ളത്തിനും നാം മറ്റുള്ളവരോട് ഇരക്കേണ്ടി വരികയില്ല, അത് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ടി വരികയില്ല. അന്നു വേണ്ടുന്ന ആഹാരം കർത്താവ് നമുക്ക് തന്ന് നമ്മെ മാനിക്കുന്ന ഒരു ദൈവമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് ആഹാരത്തിന് വേണ്ടി മുട്ടുണ്ട് എന്ന് പറയുവാൻ ദൈവം അനുവദിക്കത്തില്ല. അഥവാ നമ്മെ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തോണം. നാം യഹോവയെ തന്നെയാണോ സേവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയിൽ തന്നെ ആശ്രയിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. യഹോവ മാത്രമാണ് നമുക്ക് ആശ്രയമെന്ന് നാം അവനെ കുറിച്ച് പറയുന്നത്, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഈ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രിയരെ, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയം വെക്കുന്നവർക്ക് കഷ്ടത വരത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. ഉഷ്ണം തട്ടുമ്പോൾ ഹല്ലേലൂയ അത് പേടിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. വരൾച്ച ഉണ്ടാകും, വരൾച്ചയുള്ള കാലത്ത് ഹല്ലേലൂയ വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രിയരെ യഹോവയിൽ തന്നെ ആശ്രയിക്കുന്നവർ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവരുടെ പ്രത്യേകത. അവർ ഭാഗ്യവാന്മാരായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇനി പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാറ്റിലും സൂക്ഷ്മതയോടെ ഇരിപ്പിൻ, അന്യ ദൈവങ്ങളുടെ നാമം കീർത്തിക്കരുത്, അത് നിന്റെ വായിൽ നിന്ന് കേൾക്കുകയുമരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, എല്ലാറ്റിലും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാറ്റിലും സൂക്ഷ്മതയോടെ ഇരിപ്പിൻ. നാം ഇപ്പൊ പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ വചനം അനുസരിക്കാം, കുറച്ചൊക്കെ പാരമ്പര്യത്തിലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ സ്വഭാവം അങ്ങനെയാ, അല്ലെ? ഹല്ലേലൂയ. സ്തോത്രം. നമുക്കെല്ലാവർക്കും മാനിക്കപ്പെടണം, അത്ഭുതങ്ങൾ നടക്കണം, രോഗസൗഖ്യങ്ങൾ നടക്കണം. എന്നാൽ വചനം അതിന്റേതായ രീതിയിൽ സൂക്ഷ്മതയോടെ ആയിരിക്കാൻ, എല്ലാറ്റിലും സൂക്ഷ്മതയോടെ ആയിരിക്കാൻ, അല്ലെങ്കിൽ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ആ കൽപ്പനകളും വാക്കുകളും ഒക്കെ സൂക്ഷ്മത്തോടെ അതൊന്നും അനുസരിക്കാൻ നമുക്ക് തയ്യാറല്ല. നാം ഓരോരുത്തരും തയ്യാറല്ല. കുറച്ച് പാരമ്പര്യം വേണം, കുറച്ച് ഹല്ലേലൂയ ദൈവം വേണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ചിന്താഗതിയാണ് നമുക്ക് ഓരോരുത്തർക്കും, അല്ലെ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മളിങ്ങനെ വിചാരിക്കും, മനുഷ്യർ എന്ത് വിചാരിക്കും, അതുകൊണ്ട് അവരെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കാം, അതുകൊണ്ട് ദൈവത്തെ ഇപ്പം പ്രസാദിപ്പിക്കുന്നില്ലെങ്കിലും ദൈവം കാണുന്നില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ ഒന്ന് പ്രസാദിപ്പിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയാ, അല്ലെ? ഹല്ലേലൂയ. സ്തോത്രം.
ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്ന വ്യക്തികള് ഹല്ലേലൂയ ചെറിയ ഒരു ഫോട്ടോയൊക്കെ വെച്ച്, അത് ദൈവമക്കൾ ആരെങ്കിലും കടന്നു വന്നാൽ അത് മൂടി വെക്കും. അല്ലാത്തവർ അവരുടേതായ ബന്ധുക്കളോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള പാരമ്പര്യത്തിലുള്ളവരോ ഒക്കെ വരുമ്പോൾ അത് തുറന്നു വെക്കും. കാരണം ഞങ്ങൾ അവരുടെ കൂടെയാണ് ഇവരുടെയും കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, അത് ദൈവസന്നിധിയിൽ ആ പണി പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നേരോടെ നിന്നോണം. ദൈവവചനപ്രകാരം നേരോടെ നിന്നില്ലെങ്കിൽ അതിന്റെ ശിക്ഷാവിധി നമുക്ക് അനുഭവിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, സിസ്റ്ററെ നീ എപ്പോഴും വചനം വായിക്കുന്നുണ്ടല്ലോ, അത് നല്ല കാര്യം, എനിക്ക് കണ്ടപ്പോൾ സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ഒരു ഈജിപ്ഷ്യൻ ഡോക്ടറാണ്. ആ പുള്ളിയോട് ഞാനിങ്ങനെ ഇതേക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പം ആ പുള്ളി എന്നോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടറെ നിങ്ങൾ ദൈവത്തെ മാത്രമാണോ ആരാധിക്കുന്നത്, അതായത് യേശു ക്രിസ്തുവിലൂടെയുള്ള ആരാധന മാത്രമാണോ ചെയ്യുന്നത്, അതോ വേറെ എന്തെങ്കിലും വിശുദ്ധന്മാരെയോ അല്ലെങ്കിൽ യേശുവിന്റെ അമ്മയെ അങ്ങനെയൊക്കെ ആരാധിക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ആണോ ചെയ്യുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അതൊന്നുമില്ല, യേശുവിനെ തന്നെയാണ് ആരാധിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചു നിങ്ങൾ വിഗ്രഹങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ വീട്ടില്, നിങ്ങളുടെ പള്ളിയിലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു, വിഗ്രഹങ്ങളൊന്നുമില്ല, വലിയ വിഗ്രഹങ്ങളൊന്നുമില്ല, ഉള്ളി ഫോട്ടോസ് മാത്രം, ചെറിയ ഫോട്ടോ മാത്രം വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രിയരെ, ഞാനപ്പം പുള്ളിയോട് പറയാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ വചനപ്രകാരം ഒരു ഇമേജ് പോലും അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ ഒന്നും വെക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവർ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, സിസ്റ്റർ അതൊക്കെ അത്രയും കാര്യമായിട്ട് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ എല്ലാ വചനങ്ങളും വ്യക്തമായിട്ട് എഴുതി കൊടുത്തു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഹോംവർക്കായിട്ട് ഇതെല്ലാം പോയി വീട്ടിൽ നിന്ന് വായിച്ചോളാം. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്നാന്ന് ചോദിച്ചാല്, പലരും ചിന്തിക്കുന്ന എന്നാന്ന് ചോദിച്ചാല്, ഞങ്ങൾ കുറച്ചൊക്കെ ചെയ്താൽ കുഴപ്പമില്ല, കുറച്ച് ചെയ്താൽ അത് വചനപ്രകാരം കുറച്ചൊക്കെ ചെയ്യാം, കുറച്ചൊക്കെ അല്ലാത്ത പാരമ്പര്യത്തിന്റെ പ്രവൃത്തികളും ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലാണ് നാം പോകുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്നവരാരെങ്കിലും അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ ഇടയാകത്തില്ല, നിന്ദിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായി തീരും. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഈ ദിവസം തന്നെ മടങ്ങി വന്നോണം. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തെ തന്നെ ആരാധിക്കുമെന്നുള്ള ഒരു തീരുമാനം എടുക്കണം. ദൈവവചനം അനുസരിക്കുന്നുവെങ്കിൽ ആ വചനം പൂർണ്ണമായ രീതിയിൽ അനുസരിക്കുവാൻ തീരണം. അതിന് ഉത്തമ ഉദാഹരണമല്ലേ നമ്മുടെ മുന്നിലുള്ളത്. ദാനിയേലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ദാനിയേലിനെ ദൈവം മാനിച്ചതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റൊരു ദേവന്മാരോടോ ആരാധിക്കുകയോ അപേക്ഷ കഴിക്കുകയോ ചെയ്യരുത് എന്ന് ഒരു ഉത്തരവുണ്ടായപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം ആയിരുന്നെങ്കിൽ അപ്പോൾ എന്ത് ചെയ്തേനെ? സിംഹക്കൂട്ടിൽ ഇടുമെന്നാണ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. നാം ആണെങ്കിൽ ഇപ്രകാരം പറയും, അല്ലെങ്കിൽ 30 ദിവസത്തേക്കല്ലേ ഉള്ളൂ, ആ 30 ദിവസത്തേക്ക് ഏതായാലും രാജാവിനെ ഒന്ന് ആരാധിച്ച് അല്ലെങ്കിൽ അപേക്ഷ കഴിച്ചേക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും കാണുന്നില്ലല്ലോ, പിന്നീട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലായിരിക്കും നാം പലരുമായിരിക്കുന്നത്. എന്നാൽ ദൈവജനമേ, ദാനിയേൽ എപ്രകാരമാണ് ചെയ്തു വന്നത്? അവൻ മുമ്പേ ചെയ്തു വന്നിരുന്നത് പോലെ, ഹല്ലേലൂയ, 10-ാം വാക്യം പറയുകയാണ്, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്ന് ഞാൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അവർ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയല്ല അവൻ ചെയ്തത്. ആ പുരുഷന്മാരൊക്കെ അവൻ പ്രാർത്ഥിക്കുന്നത് കണ്ടു എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുമ്പോൾ അവൻ രഹസ്യ പ്രാർത്ഥനയല്ല അവിടെ നടത്തിയത്. അവര് കണ്ടാൽ എന്നെ സിംഹക്കുഴിയിൽ ഇടുമല്ലോ എന്ന് പേടിച്ച് വിറച്ചല്ല അവൻ പ്രാർത്ഥിച്ചത്. ദൈവസന്നിധിയിൽ ധീരതയോടെ ധൈര്യത്തോടെ, ഞാൻ വിളിക്കുന്ന ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കത്തുള്ളൂ, രാജാവിനെ ഞാൻ മഹത്വപ്പെടുത്തത്തില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അവൻ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നാം ഈ നാളുകളിൽ ശോധന ചെയ്യണം. നമ്മുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ, നാം അകന്നു പോകുന്നുണ്ടോ, നാം ദൈവത്തെ പരസ്യമായി സാക്ഷീകരിക്കാതെ, യേശുവിനെ സാക്ഷീകരിക്കാതെ രഹസ്യമായിട്ടൊരു ക്രിസ്ത്യാനിയായിരിക്കുവാനാണോ നാം ആഗ്രഹിക്കുന്നത്? ഈ നാളുകളിൽ നാം ചിന്തിക്കണം. നാം മാനിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ദൈവപ്രിയരെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാനിക്കപ്പെടണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം വിശ്വസ്തയോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. സിംഹക്കുഴിയിൽ ഇടുമെന്ന് പറഞ്ഞിട്ട് പോലും അവനൊരു പേടിയും ഭയവും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് പ്രിയരെ? അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നു എന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നാം ആ രക്ഷകനെ അറിഞ്ഞിട്ടും, ആ രക്ഷകൻ പല നന്മകളും നമുക്ക് തന്നിട്ടും, ആ രക്ഷകൻ നമ്മളെ വിടുവിച്ചിട്ടും, നിത്യമരണത്തിൽ നിന്ന് വിടുവിച്ച നിത്യജീവൻ നമുക്ക് തന്നിട്ടും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും പല സാഹചര്യങ്ങളും വരുമ്പോൾ നാം മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഈ നാളുകളിൽ മടങ്ങി വന്നോണം. ദാനിയേലിനെ പോലെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടുന്ന ആ സ്വഭാവം ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. അഥവാ കർത്താവിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ചങ്കൂറ്റത്തോടെ നിൽക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ വിഷയത്തിൽ നാം പതിവ് തെറ്റിക്കാതെ ഇരുന്നാൽ, ഹല്ലേലൂയ, സിംഹത്തിന്റെ പതിവ് തെറ്റിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. ഏത് സിംഹത്തിന്റെ കുഴിയിൽ വീണാലാണ് മനുഷ്യരെ ഭക്ഷിക്കാതിരിക്കുന്നത്, അവിടെ അവനെ കടിച്ചു കീറാതിരിക്കുന്നത്? എന്നാൽ ദൈവത്തിന്റെ പതിവ് തെറ്റിക്കാതെ ദൈവത്തോട് വിശ്വസ്തരായി നാം ജീവിച്ചു കഴിഞ്ഞാൽ സിംഹം പോലും തന്റെ പതിവ് തെറ്റിക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വരുവാനിടയായി തീരും. അതല്ലേ ശത്രുക്കും മേശക്കും ഉപദനഗോഗും ഒക്കെയും പറഞ്ഞത്? ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ സത്യദൈവത്തിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുവാൻ ഈ നാളുകളിൽ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ദാനിയേലിന്റെ 6-ാം അധ്യായം 22-ാം വാക്യത്തില് അവൻ വിളിച്ചു പറയുകയാണ്, സിംഹങ്ങൾ എനിക്ക് വരാതിരിക്കേണ്ടതിന് എന്റെ ദൈവം, ഹല്ലേലൂയ, തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചു കളഞ്ഞു. എന്റെ ദൈവം തന്റെ ദൂതനെ അയക്കണമെന്ന് നാം തന്റെ വാഗുകൊണ്ട് തന്നെ പറയണമെങ്കിൽ അത്രമാത്രം വിശ്വസ്തയോടെ നാം ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നിന്നോണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല പ്രിയരെ. നാം വിശ്വസ്തരാണെങ്കിൽ ദൈവം നമ്മോടും വിശ്വസ്തത കാണിക്കുവാൻ, ഹല്ലേലൂയ, വലിയവനാണ്, കരുണയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സിംഹം പോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ തളർന്നു പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. പ്രശ്നങ്ങൾ പലതും കടന്നു വന്നേക്കാം. പ്രതികൂലങ്ങൾ രോഗാവസ്ഥയാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ, എന്തെല്ലാം പ്രതികൂല, ജോലിയില്ലാത്ത അവസ്ഥയാണോ, കുടുംബ പ്രശ്നങ്ങളാണോ, എന്തു തന്നെ ആയിക്കോട്ടെ, സിംഹം പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വായ് പിളർന്നു വന്നാലും അതിനെ അടച്ചു കളയുവാൻ നമ്മുടെ ദൈവം സന്നദ്ധനാണ്. ആ പ്രശ്നത്തിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ ദൂതനെ ഇറക്കി തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ നാം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ മാനിക്കുവാനിടയായി തീരും. നമ്മൾ നിന്ദിക്കപ്പെടത്തില്ല, ദൈവം നമ്മെ മാനിക്കുവാനിടയായി തീരും പ്രിയരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ നാം ചിന്തിച്ചത് ദൈവത്തെ മാനിക്കുവാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നാണ് നാം ചിന്തിച്ചത്. നമ്പർ വൈസിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ വചനം നാം അനുസരിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പനകളെല്ലാം നാം അനുസരിക്കണം. ചെയ്യണം എന്ന് പറയേണ്ടതെല്ലാം ചെയ്യണം. ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാതിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ രണ്ടാമതായി വിശ്വസ്തത അവസാനം വരെയും കാത്തു സൂക്ഷിക്കണം. മൂന്നാമതായി വിടേണ്ടത് വിടുവാൻ നാം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വിശ്വസ്തയോടെ നിൽക്കണമെങ്കിൽ ദാനിയേൽ ചില കാര്യങ്ങളൊക്കെ വിട്ടായിരുന്നു, അല്ലെ? ദാനിയേൽ വിട്ടായിരുന്നു. അതിന്റെ 1:8 പറയുന്നു, രാജാവ് തരുന്ന ഭോജനം കൊണ്ടും രാജാവ് തരുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ അശുദ്ധമാക്കത്തില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, നാമും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കണമെങ്കിൽ ഈ ലോകം തരുന്ന ചില സന്തോഷങ്ങളും ഈ ലോകം തരുന്ന താൽക്കാലിക സന്തോഷവും ഒക്കെ നാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ ഇപ്രകാരം സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാകണം. ഞാൻ എന്റെ ശരീരം കൊണ്ടും എന്റെ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവഹിതമല്ലാത്തത് ചെയ്യത്തില്ല, ഞാൻ എന്നെ അശുദ്ധമാക്കത്തില്ല എന്ന് നാം തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ എന്താണ്? ദൈവത്തിൽ തന്നെ ആശ്രയം വയ്ക്കണം. ദൈവത്തെ തന്നെ ആശ്രയം വെക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ മാനിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ എന്താണ്? ഏറ്റവും അവസാനമായി മനുഷ്യരുടെ മുമ്പിൽ നാം കർത്താവിനെ ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ മനുഷ്യരുടെ മുമ്പിൽ നാം ഏറ്റുപറയണം. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അതിന്റെ 32-33 വാക്യത്തിൽ പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര ശക്തിയായിട്ടാണ് ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെ? കർത്താവിനെ ഏറ്റുപറയുവാൻ ഏത് അവസ്ഥയിലും ഏത് സാഹചര്യം വന്നാലും കർത്താവിനെ ഏറ്റുപറയാൻ നാം സന്നദ്ധരായിരിക്കണം. നാം മാനിക്കപ്പെടുവാൻ വേണ്ടിയ ദൈവത്തെ മാനിക്കുന്നത് ഇങ്ങനെയാ പ്രിയരെ. അങ്ങനെ ദൈവത്തെ മാനിക്കുന്നവരെ
ദൈവം തിരിച്ചും മാനിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ മാനിക്കാൻ എനിക്ക് സാധിക്കത്തില്ല, ദൈവം എന്നെ മാനിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാര്യമൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തെ മാനിക്കുവാൻ നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഏതൊക്കെ രീതിയിലാണ് ദൈവത്തെ നിന്ദിക്കുന്നത്? ഇപ്പൊ നാം പറഞ്ഞതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് വരും കാര്യങ്ങൾ. എന്നാലും ഒന്നുകൂടെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് പോയിന്റ് വൈസിൽ ഒന്ന് ചിന്തിക്കാം. ഒന്ന്, ദൈവത്തിന്റെ വചനം അനുസരിക്കാതിരിക്കുക, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുക. ദൈവത്തിന്റെ വചനം അനുസരിക്കാതിരിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവർ ദൈവത്തെ നിന്ദിക്കുന്നവരാ. അതെങ്ങനെയാണെന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഗോഡ് ഈസ് ലവ് അല്ലെങ്കിൽ ജീസസ് ലവ്സ് യു, അത് മാത്രമല്ല നമ്മളിങ്ങനെ പറയും ഐ ലവ് യു ജീസസ്, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലേ, പറയുകയും എഴുതി വെക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം പറയുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അവന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കണം. ആ കർത്താവിനെ നാം സ്നേഹിക്കുവാനിടയായി തീരണം. വെറുതെ വാക്കുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ, കർത്താവിനെ അറിയുവാനിടയായി തീരണം. കർത്താവ് ആരാണ്, കർത്താവിനെ നാം എന്തുകൊണ്ട് സ്നേഹിക്കണം, കർത്താവ് നമ്മളെ എപ്രകാരമാണ് സ്നേഹിച്ചത്, ഇപ്പോഴും എങ്ങനെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയണം. അപ്പം നാം അറിഞ്ഞിരിക്കുന്നു. എനിക്ക് ചിലരോടൊക്കെ ഇങ്ങനെ ക്രിസ്ത്യാനികളായിട്ടുള്ളവരോട്, പാരമ്പര്യത്തിലുള്ളവരോടൊക്കെ സുവിശേഷം പറയാനായിട്ട് ഞാനിങ്ങനെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ പോകുമായിരുന്നു. അപ്പം പോകുമ്പോൾ അവരെന്നോട് പറയും, എടി നീ ചെന്ന് കർത്താവിനെ അറിയാത്തവരോടൊക്കെ പറ, ഞങ്ങൾക്കൊക്കെ എല്ലാം അറിയാവുന്നവരാ, ഞങ്ങള് പാരമ്പര്യത്തിൽ ഇത്ര നാളും ജീവിച്ചു വളർന്നു വന്നവരല്ലേ, അപ്പൊ നീ എന്തിനാ എന്നോട് പറയാൻ വരുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവർക്കെല്ലാം അറിയാമെന്നാണ് അവര് ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ നമ്മളോട് പറയുകയാണ്, ഈ വക്രതയുള്ള ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. വക്രതയുള്ള ലോകത്തിൽ നിന്ന് ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷനും നാഥനുമായി സ്വീകരിക്കണം. കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുന്ന ആ വിശ്വാസ സ്നാനത്തോടുകൂടെ യേശുവിനോട് ചേരണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. ഉപദേശ വിശുദ്ധിയിലും വേർപാടിലും നാം ജീവിക്കണം. കർത്തൃമേശ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, വിശുദ്ധിയും വേർപാടും അനുസരിച്ച് അവസാനം വരെയും പോകണം എന്നൊക്കെ ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഹല്ലേലൂയ അതനുസരിക്കുന്നില്ല എങ്കിൽ ദൈവത്തെ നിന്ദിക്കുകയല്ലാതെ എന്താണ് പ്രിയരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവരെങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്നത്? അവരെപ്രകാരമാണ് ദൈവത്തെ അറിഞ്ഞിരിക്കുന്നത്? വെറുതെ പറയുക ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെന്ന്. അവർക്കൊന്നും അറിയത്തില്ല. യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് അറിയത്തില്ല. യഥാർത്ഥ രക്ഷകൻ ആരെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ അവർ തയ്യാറുമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ മാനിക്കുവാൻ അവർ പറ്റുന്നില്ലാത്തത് കൊണ്ട് ദൈവത്തെ നിന്ദിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അതിനോട് നാം പിന്തിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം ദൈവത്തെ നിന്ദിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അടുത്തതായിട്ട് ദൈവത്തെ നിന്ദിക്കുന്നവരുടെ കൂട്ടം ഏതാണ്? ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും നിന്ദിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 12-ാം അധ്യായം നാം പഠിക്കുമ്പോൾ മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പം ആ മോശയ്ക്ക് വിരോധമായി ഈ അഹ്റോനും മിരിയാമും പിറുപിറുക്കുക. കാരണം കൂശ്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവള് കറുത്തവളായിരിക്കാം, അവർ എത്യോപ്യക്കാരിയാണെന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഹല്ലേലൂയ, അപ്പൊ ആ രീതിയിൽ ദൈവദാസന്റെ ഭാര്യയ്ക്കെതിരായി അവർ പിറുപിറുക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ദൈവദാസനെ നിന്ദിച്ചപ്പോൾ ഹല്ലേലൂയ അവൾ കുഷ്ഠരോഗിയായി മാറി 7 ദിവസം പാളയത്തിന് പുറത്തായി എന്ന് ദൈവത്തിന്റെ വചനം പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ദൈവദാസന്മാരെയോ ദാസിമാരെയോ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ നാം ഒരു വാക്കുകൊണ്ട് പോലും ഹല്ലേലൂയ അവരെ നിന്ദിക്കുവാൻ ഇടയായി തീരരുത്. അത് ദൈവത്തെ നിന്ദിക്കുന്നത് പോലെയാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നാം നിന്ദിച്ചാൽ നാമും നിന്ദിക്കപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ അടുത്തതായിട്ട് എങ്ങനെയാണ് ദൈവത്തെ തന്നെത്താൻ ഉയർത്തി നിഗളം കാണിക്കുന്നത് ദൈവത്തെ നിന്ദിക്കുന്നത് പോലെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ആ രാജാവിനെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം കാട്ടുമൃഗങ്ങളോടുകൂടി വാസം ചെയ്യുവാനും കാളയെപ്പോലെ പുല്ല് തീറ്റിക്കുകയും ഒക്കെ ചെയ്തെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവന് നിഗളമുണ്ടാകുകയും ഹല്ലേലൂയ തന്നെത്താൻ ഉയർത്തുകയും ചെയ്തതുകൊണ്ടാണ് എന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ നമ്മൾ എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഹാമാനെ അവിടെ കാണുവാൻ സാധിക്കും. അവനും ഹല്ലേലൂയ അതുപോലെ തന്നെ തന്നെത്താൻ ഉയർത്തുവാൻ ഇടയായി തീർന്നതുകൊണ്ട് അവനെയും ദൈവം നിന്ദിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ നാം നിന്ദിതരാകും. പ്രൈസ് ദി ലോർഡ്. അത് അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ ഹെരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് ദൂതൻ അവനെ അടിച്ചു, കൃമിക്കിരയായി ഹല്ലേലൂയ സ്തോത്രം പ്രാണനെ വിട്ടു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം തക്ക സമയത്ത് നാം കൊടുത്തോണം. അത് മനുഷ്യർക്കായി പോകരുത്, അത് മറ്റ് ധനത്തിനോ സമ്പാദ്യത്തിനോ ഒന്നും ആയി പോകരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം തക്ക സമയത്തിന് ദൈവത്തിന് തന്നെ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പറയും, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ വലിയനാകാൻ നാം ശ്രമിക്കരുത്, നാം നിഗളികളായി തീരരുത്. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം തക്ക സമയത്ത് തന്നെ കൊടുക്കുവാനിടയായി തീരണം. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. നാം ദൈവസന്നിധിയിൽ മാനിക്കപ്പെടണോ അതോ നിന്ദിതരാകണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പ്രമാണങ്ങൾ പ്രമാണിച്ചുകൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് നാം ജീവിക്കുകയാണെങ്കിൽ, അവസാനം വരെ ജീവിക്കുകയാണെങ്കിൽ നാം മാനിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകും. അഥവാ നാം ദൈവത്തെ നിന്ദിക്കുകയും ദൈവത്തിന്റെ വചനത്തെ നാം ബഹുമാനിക്കാതിരിക്കുകയും ദൈവവചനത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നാം നിന്ദിതരായി തീരും. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഇതുവരെയും ദൈവവചനം സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കൂടുതലായി കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നാളുകളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കണം. കർത്താവേ, യഥാർത്ഥ സത്യം, വചന സത്യം എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചനത്തിലേക്ക് ഒന്ന് കടന്നു വരുവാൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമുക്ക് വേണ്ടി നിത്യജീവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ഈ കാണുന്ന താൽക്കാലിക സുഖം മാത്രമല്ല, ഈ കാണുന്ന താൽക്കാലിക ലാഭത്തിന് വേണ്ടി പോകുന്ന ആ സുഖത്തിന് വേണ്ടി ഉള്ളതല്ല, നിത്യജീവൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അനേക വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ പിന്നെയും ചേർക്കേണ്ടതിന് മടങ്ങി വരുമെന്ന് പറഞ്ഞ ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ നാളുകളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഹല്ലേലൂയ മടങ്ങി വന്ന്, കർത്താവെ എന്നോട് കരുണ കാണിക്കണം, ഞാൻ ഇതുവരെയും ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചല്ലോ, ഹല്ലേലൂയ എന്നോട് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്നൊന്ന് പറയുവാൻ തയ്യാറായാൽ കർത്താവ് ഓരോ വ്യക്തികളെയും രക്ഷിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് പ്രിയരെ. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾക്ക് മാത്രം വേണ്ടി ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ മരിച്ചവനല്ല നമ്മുടെ കർത്താവ്. ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്ന എല്ലാവർക്കും വേണ്ടി, മനുഷ്യനായി പിറന്ന ഏത് വ്യക്തിയുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടി രക്ഷകനായി കാൽവരി ക്രൂശിൽ മരിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഏത് ജാതിയെന്നോ ഏത് മതമെന്നോ ഏത് വർണ്ണമെന്നോ നോക്കാതെ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി വന്ന രക്ഷകൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നത്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടുള്ള ഒരേ നാമമേ ഉള്ളൂ. ഹല്ലേലൂയ. ഭൂമിയുടെ മുകളിൽ അത് മാത്രമേ ഉള്ളൂ. വേറെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വേറെ എല്ലാവരും മരിച്ചു മണ്ണടിഞ്ഞു പോയവരാണ്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു മാത്രമാണ് നമുക്ക് വേണ്ടി ജീവിച്ച് ഇന്നും എഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ആ യേശുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയായി തീരട്ടെ. അതുപോലെ ഹല്ലേലൂയ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മനുഷ്യരെ ഭയപ്പെട്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നാം പിന്മാറി പോയിട്ടുണ്ടെങ്കിൽ, ദൈവകൃപയിൽ നിന്ന് ഒരു കാലത്ത് നാം രക്ഷിക്കപ്പെട്ടവരായിരുന്നിരിക്കാം, ഒരു കാലത്ത് നാം സ്നാനപ്പെട്ടവരായിരിക്കാം. എന്നാൽ ദൈവവചനം വിട്ട് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ് നാമെങ്കിൽ, ഹല്ലേലൂയ ഈ നാളുകളിൽ പ്രിയ ദൈവജനമേ മടങ്ങി വരണം. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഹല്ലേലൂയ മുട്ടുകുത്തി പറയണം, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഇനിയും കർത്താവിന് വേണ്ടി സ്ഥിരതയോടെ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഞാൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് മടങ്ങി വരുവാൻ തയ്യാറായാൽ നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ഈ നാളുകളിൽ കർത്താവ് അതിനുവേണ്ടി നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
കണ്ണിവാനും സ്നേഹസമ്പന്നനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. അപ്പാ, വചനത്തിന്റെ ആഴങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന എല്ലാവർക്കും, വചനം പറയുന്ന എനിക്കും കർത്താവേ ഇതൊരു അനുഗ്രഹമായി തീരണം. ഞങ്ങളുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ കർത്താവെ അങ്ങ് മടക്കി വരുത്തണമേ, ഞങ്ങളുടെ പിന്മാറ്റത്തെ അങ്ങ് ചികിത്സിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. രോഗികളായിട്ടുള്ളവർ കർത്താവെ കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം യഹോവയിൽ തന്നെ ആശ്രയിക്കുന്നവർക്ക് ഹല്ലേലൂയ, രോഗം അവരുടെ നടുവിൽ നിന്ന് നീക്കിക്കളയുമെന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം തന്ന ദൈവമേ, ഹല്ലേലൂയ. രോഗികളെല്ലാം സൗഖ്യമാകട്ടെ അപ്പാ, ഹല്ലേലൂയ. വെള്ളത്തിനും അപ്പത്തിനും ഒരു ക്ഷാമവും വരത്തില്ല എന്ന് പറഞ്ഞ കർത്താവേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, ഹല്ലേലൂയ, കടബാധ്യതകളൊക്കെ ഉള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ മനസ്സലിവ് കാണിക്കണം എന്റെ കർത്താവേ. ഹല്ലേലൂയ, മടങ്ങി വരുവാൻ, യഹോവയിൽ തന്നെ ആശ്രയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അപ്പാ. ഹല്ലേലൂയ, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആ ഫേസ്ബുക്ക് പേജിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിക്കണം. തീഷ്ണതയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണപ്പാ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ അവരെ സഹായിക്കുമാറാകണം, ഇനിയും ബലപ്പെടുത്തുമാറാകണമേ. എല്ലാ നന്മകളാലും അങ്ങ് നിറയ്ക്കണം. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും അങ്ങേക്ക് നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.